കായംകുളം ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിലെ ഫ്രണ്ടിലെ പ്രതിഷേധ പ്രകടനമാണ് നമ്മൾ കാണുന്നത്. കായംകുളത്തെ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കന്മാരാണ് ഈ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റുമായിരുന്ന ശ്രീ ഹരിത ബാബു, അങ്ങനെ INTUC നേതാക്കന്മാർ, യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ, അതുപോലെ KPCC മെമ്പർമാർ, അങ്ങനെ നിരവധി ആൾക്കാർ ഈ സമ്മേളന പ്രതിഷേധ പരിപാടി പങ്കെടുക്കുന്നുണ്ട്. കടന്നു വീടുമായി ബന്ധപ്പെട്ടാണ് പ്രധാന അധ്യാപകയെ നിരോധിക്കുവാനായി കടന്നു വന്നത്. നമ്മൾ ഈ സ്കൂളിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ധാരാളം പണികൾ നടക്കുന്നതായി കാണാം. ഈ സ്കൂളിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് സുരക്ഷയാണ് ഇവിടുത്തെ അധികാരികൾ ഉറപ്പുവരുത്തുന്നതെന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി പറയാൻ പോലും ഇവിടുത്തെ പ്രധാന അധ്യാപികയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഈ കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം കായംകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു പ്രതിഷേധവുമായി കടന്നു ചെല്ലുമ്പോഴും കായംകുളത്തെ ഈ ഗവൺമെൻറ് സ്കൂളിലേക്ക് ഇന്നൊരു പ്രതിഷേധവുമായി കടന്നു വന്നപ്പോഴും ഇവിടുത്തെയൊക്കെ പ്രധാന ആളുകൾ പറയുന്ന ഒരു ഉത്തരം, ഞങ്ങൾ മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുണ്ട്, ഞങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ മേധാവി അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കായംകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ സൂപ്രണ്ടായാലും ഈ ഗവൺമെൻറ് സ്കൂളിലെ പ്രിൻസിപ്പളായാലും തടി ഉരിപ്പോകുന്ന രീതിയിലേക്കാണ് കായംകുളത്തെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇന്നിവിടേക്ക് കടന്നു ചെന്നിട്ട് ഈ കോൺക്രീറ്റ് പാളിൽ ഇളകി വീണ ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ എങ്ങോട്ടാണ് മാറ്റിയതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഡൈനിങ് ഹാളിലേക്കും മറ്റു ചില ഹാളുകളിലേക്കും മാറ്റി. ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ അവരെ ബോയ്സ് ഹൈസ്കൂളിലേക്ക് 2 ക്ലാസ് റൂം എടുത്ത് മാറ്റാമെന്നാണ് പ്രിൻസിപ്പൽ അറിയിച്ചത്. ഇത്തരത്തിൽ കേരളത്തിലെ മുഴുവൻ സ്കൂളുകളുടെയും സംരക്ഷണം ഉറപ്പാക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറാകണമെന്നാണ് യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ് ഓരോ ഗവൺമെൻറ് സ്കൂളുകളുടെയും ശോചനീയാവസ്ഥ. ഇത് പരിഹരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഈ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇവിടുത്തെ അധികാരികൾ തയ്യാറായില്ലെങ്കിൽ ആ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഈ കോൺക്രീറ്റ് പാളി ഇളകി വീണ കെട്ടിടം റെഡിയാക്കി നൽകാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാണെന്ന് ഞങ്ങളിവിടെ അറിയിക്കുകയുണ്ടായി. ഈ സമരത്തിൽ പങ്കെടുത്ത നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ്. ഈ 2 വാക്ക് സംസാരിക്കുന്നതിനായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ഉപാധ്യക്ഷ ഹരിത ബാബുവിനെ ക്ഷണിക്കുന്നു. പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീ ഹരിത ബാബു സംസാരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസം ക്ലാസ് മുറിയിൽ ഇരുന്ന ഒരു കുട്ടിയുടെ ദേഹത്ത് ആ ക്ലാസ് മുറിയുടെ മേൽഷീറ്റിൻ്റെ ഒരു ഭാഗം ഇളകി അതിൻ്റെ തലയിൽ വീണൊരു അവസ്ഥയുണ്ടായി. അതിനും ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അങ്ങ് കൊല്ലത്ത് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച ഈ സമര പരിപാടി വളരെ സമാധാനപരമായിട്ടാണ് നടക്കുന്നത്. കായംകുളം ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിൻ്റെ മുൻവശത്താണ് ഈ പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. കായംകുളത്തിൻ്റെ പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ഹരിത ബാബുവാണ് സംസാരിക്കുന്നത്. ഞാൻ ആ കലാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങി 13 വർഷക്കാലം പിന്നിടുമ്പോഴും എനിക്ക് മുൻപ് പഠിച്ചിരുന്ന നിരവധിയായ ആളുകളൊക്കെ പഠിക്കുമ്പോഴുമുള്ള കെട്ടിടങ്ങളാണ് ഇപ്പോഴും ഈ ഗേൾസ് സ്കൂളിൽ അവശേഷിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് സ്കൂളുകളെ താരതമ്യപ്പെടുത്തുമ്പോൾ മാനേജ്മെൻറ്റിലെയും അടക്കം പല സ്കൂളുകളെയും താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും ഹൈടെക് ആകുന്ന രീതിയിലെ കെട്ടിടങ്ങൾ. സ്കൂളുകളിൽ എക്സാം നടക്കുന്നുണ്ടെങ്കിൽ പോലും ആ എക്സാമിന് യാതൊരു തടസ്സവും വരാത്ത രീതിയിലാണ് വളരെ സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനമാണ് കായംകുളം ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിന് മുൻവശത്ത് നടക്കുന്നത്. പെൺകുട്ടികളായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്കൂളിൻ്റെ ഏറ്റവും ശോചനീയമായ അവസ്ഥയിലൂടെ കടന്നു പോകാൻ തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷക്കാലത്തിന് മേലെ പിന്നിടുകയാണ്. അപ്പോഴും ഇവിടെ തൊട്ടടുത്ത് ബോയ്സ് സ്കൂളിൽ നിരവധിയായ കെട്ടിടങ്ങൾ MLA ഫണ്ടിൽ നിന്നടക്കം അനുവദിച്ചുകൊണ്ട് ബോയ്സിനെ ഹൈടെക് ആക്കുമ്പോഴും അതേ പ്രാധാന്യമുള്ള ഗേൾസ് സ്കൂളിന് അനുവദിക്കാൻ കെട്ടിടത്തിന് തുക പോലും
അനുവദിക്കാത്തൊരവസ്ഥയിൽ കൂടി ഇപ്പോൾ ഇവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. 2017 കിഫ്ബിയിൽ നിന്ന് ഫണ്ട് അനുവദിച്ച ഒരു നിർമ്മാണവും ഈ കായംകുളത്തെ ഗേൾസ് സ്കൂളിന് മുൻപിൽ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷ അടക്കമുള്ള നേതാക്കന്മാരെ, നമ്മുടെ സ്കൂളിലേക്ക് നമ്മൾ ഇന്നൊരു പ്രതിഷേധ മാർച്ചല്ല സംഘടിപ്പിച്ചത്. പകരം നമ്മൾ കൂട്ടമായി വന്ന് KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ ഇവിടേക്ക് സ്കൂളിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഒരു നിവേദനം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മൾ കൃത്യമായി കാര്യങ്ങൾ അവിടെ പറയുകയുണ്ടായി. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒന്ന്, ഈ സ്കൂളിൽ അടിസ്ഥാനപരമായിട്ടുള്ള പ്രാഥമികപരമായിട്ടുള്ള ആവശ്യങ്ങൾ